നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് UAE ഒരു സുപ്രധാന പ്രഖ്യാപനം മുന്നോട്ട് വച്ചത്. അതായത് രാജ്യത്തിനുള്ളിൽ നിന്ന് വിസ മാറാനുള്ള സൗകര്യം എടുത്തു മാറ്റുകയായിരുന്നു UAE. ഇത് നിർത്തലാക്കിയതോടെ പുതിയ വിസ എടുക്കാൻ പ്രവാസികളുടെ നെട്ടോട്ടം ആരംഭിച്ചു കഴിഞ്ഞു. കാറിലും ബസ്സിലും വിമാനത്തിലുമായി ഒമാനിലെത്തി പുതിയ വിസ എടുത്ത് തിരിച്ചു വരാനാണ് ഇവരുടെ ശ്രമം. എന്നാൽ തിരക്കേറിയതോടെ ഒമാൻ വഴിയുള്ള റോഡ് യാത്രയും ദുഷ്കരമായി മാറിയിട്ടുണ്ട്. രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ വിസ മാറാനുള്ള സൗകര്യം കഴിഞ്ഞ ആഴ്ചയാണ് UAE നിർത്തലാക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. വിസ മാറണമെങ്കിൽ തന്നെ രാജ്യം വിടണമെന്ന നിബന്ധന UAE മുൻപ് ഉണ്ടായിരുന്നെങ്കിലും കോവിഡ് കാലത്ത് ഇതിന് ഇളവ് നൽകുകയും ചെയ്തിരുന്നു. നിയമം മാറിയതോടെ കാലാവധി കഴിഞ്ഞ സന്ദർശക വിസക്കാരും താമസ വിസക്കാരുമെല്ലാം എക്സിറ്റ് അടിച്ച ശേഷം തിരിച്ചു വരണം. ദിവസവും ആയിരക്കണക്കിന് ആളുകളുടെ വിസ കാലാവധി കഴിയുന്നുണ്ട്. ഇവരെല്ലാം ഒമാൻ അതിർത്തിയിലേക്ക് ഒഴുകിയെത്തിയതോടെ അതിർത്തി വഴി അത്യാവശ്യ വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. എല്ലാ ബസ്സുകളും അതിർത്തി കടത്തിവിടുന്നില്ല. സർക്കാർ അംഗീകൃത ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. ഇതോടെ യാത്രക്കാർ വിമാനമാർഗം ഒമാനിലെത്തി തുടങ്ങിയിട്ടുണ്ട്. വിസയും ടിക്കറ്റും ഉൾപ്പെടെ 1400 ദിർഹത്തിന് മുകളിലാണ് ഇതിനുവേണ്ടി വരുന്ന ചെലവ്. ഒമാനിലെത്തിയ ശേഷം വിസ എടുത്ത് തിരിച്ചു വരും. എന്നാൽ വിസ ലഭിക്കാൻ വൈകുന്നവർക്ക് ഒമാനിൽ തങ്ങേണ്ടി വരികയും ചെയ്യുന്നു. സീസൺ സമയമായതിനാൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ സന്ദർശക വിസയിൽ UAE എത്തിയിട്ടുണ്ട്. കൃത്യസമയത്ത് വിസ പുതുക്കാൻ കഴിയാത്തതിനാൽ തന്നെ പലർക്കും പിഴ അടയ്ക്കേണ്ടി വരുന്നതായാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം UAE നിന്നുകൊണ്ട് വിസിറ്റ് വിസ കാലാവധി നീട്ടാൻ കഴിയില്ലെന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ അതിനുള്ള ചെലവ് കുറഞ്ഞ മാർഗങ്ങളുമായി ട്രാവൽ ഏജൻസികളും രംഗത്തെത്തിയിരുന്നു. കോവിഡ് കാലത്ത് യാത്രാ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ സന്ദർശക വിസകൾ പുതുക്കാൻ രാജ്യത്തിന് പുറത്തു പോകണമെന്ന നിയമം തൽക്കാലം നിർത്തലാക്കി രാജ്യത്ത് തുടരവെ അത് പുതുക്കാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ ഡിസംബർ 13 മുതൽ ആ ഇളവ് പിൻവലിച്ചിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് UAEക്ക് പുറത്തു പോയി വിസ പുതുക്കി തിരികെ വരാനുള്ള ഏറ്റവും എളുപ്പവും ചെലവ് കുറഞ്ഞതുമായ മാർഗങ്ങളുമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ രംഗത്തെത്തിയിരിക്കുന്നത്. വിസ പുതുക്കുന്നതിനായി UAEയിൽ നിന്ന് ബസ് മാർഗം ഒമാനിലേക്ക് പോയി തിരികെ വരുന്നുവെന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. UAEയിൽ നിന്ന് പുറത്തു കടന്ന ശേഷം ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കുകയും അത് ലഭിക്കുന്ന മുറയ്ക്ക് തിരികെ പ്രവേശിക്കുകയും ചെയ്യാം. ടൂറിസ്റ്റ് വിസ പുതുക്കുന്നതിനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗവും ഇതാണെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. ഒമാനിലേക്ക് പ്രവേശിക്കാനും ആളുകൾക്ക് വിസ ആവശ്യമാണ്. ഇത് പ്രോസസ് ചെയ്യാൻ ചുരുങ്ങിയത് 2 ദിവസം എടുക്കും. സാധാരണഗതിയിൽ അപേക്ഷിക്കുന്ന ദിവസം തന്നെ UAE വിസ ലഭിക്കുന്നതിനാൽ ഒമാനിലെത്തിയ ദിവസം തന്നെ തിരികെ മടങ്ങാനും സാധിക്കും. ഒമാനിലേക്ക് ബസ് മാർഗം പോയി വരാൻ 10 മുതൽ 12 മണിക്കൂർ വരെ സമയമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് പുറത്തു പോവാതെ UAE ടൂറിസ്റ്റ് വിസ പുതുക്കാൻ ദുബായിൽ നിന്ന് വിസ പുതുക്കുന്നതിലൂടെ കഴിയുമെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഡിസംബർ 13 മുതൽ തന്നെ UAE, ഷാർജ എന്നീ എമിറേറ്റുകളിൽ വിസ പുതുക്കുന്നതിന് രാജ്യം വിടണമെന്ന നിബന്ധന നിലവിൽ വന്നു കഴിഞ്ഞുവെങ്കിലും ദുബായിൽ ഇനിയും ഇത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ദുബായ് എമിഗ്രേഷൻ അതിന്റെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്നതുവരെ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അതുവരെ രാജ്യത്ത് നിന്ന് പുറത്തു പോവാതെ തന്നെ ദുബായിൽ വെച്ച് വിസ പുതുക്കാൻ കഴിയും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.